ഹലോ ഓൾ PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ വനിതകളും നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെയും കോഡിലൂടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഭാരതരത്ന ലഭിച്ച ഇന്ത്യ വനിതകൾ പഠിക്കാം. അപ്പോൾ ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ വനിതകൾക്കുള്ള കോഡാണ് മസിൽ, MASIL. എന്താണ് MASIL? മസിൽ എന്നതാണ് ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ വനിതകൾക്കുള്ള കോഡ്. അപ്പോൾ ആദ്യത്തെ അക്ഷരമായ M മദർ തെരേസയാണ്. നോബൽ സമ്മാനവും മാക്സിസെ പുരസ്കാരവും ഭാരതരത്നയും ലഭിച്ച ഏക വനിതയാണ് മദർ തെരേസ. അപ്പോൾ നോബൽ സമ്മാനവും മാക്സിസെ പുരസ്കാരവും ഭാരതരത്നയും ലഭിച്ച ഏക വനിതയാണ് മദർ തെരേസ. അപ്പോൾ മസിലിൻ്റെ രണ്ടാമത്തെ അക്ഷരം A ആണ്. A അരുണ ആസഫ് അലി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വനിതയാണ് അരുണ ആസഫ് അലി. അപ്പോൾ അരുണ ആസിഫ് അലിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. അപ്പോൾ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വനിതയാണ് അരുണ ആസഫ് അലി. അപ്പോൾ മസിൽ എന്നതിൽ മൂന്നാമത്തെ അക്ഷരം S ആണ്. MS സുബ്ബുലക്ഷ്മി. അപ്പോൾ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞയാണ് MS സുബ്ബുലക്ഷ്മി. 1998 MS സുബ്ബുലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിച്ചത്. അപ്പോൾ മസിൽ എന്ന കോഡിലെ മൂന്നാമത്തെ അക്ഷരം S ആണ്. S എന്ന് പറയുന്നത് MS സുബ്ബുലക്ഷ്മിയാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞയാണ് MS സുബ്ബുലക്ഷ്മി. 1998 MS സുബ്ബുലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിച്ചത്. മസിൽ എന്നതിലെ നാലാമത്തെ അക്ഷരം I ആണ്. ഇന്ദിരാഗാന്ധി. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ അതിലെ അവസാനത്തെ അക്ഷരം L ആണ്. ലതാ മങ്കേഷ്കർ. ചലച്ചിത്ര രംഗത്ത് ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചതിന് ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ വനിതകൾ നമുക്ക് കോഡിലൂടെ പഠിക്കാം. കോഡ് ആണ് മസിൽ, MASIL. M മദർ തെരേസ, A അരുണ ആസഫ് അലി, S MS സുബ്ബുലക്ഷ്മി, I ഇന്ദിരാഗാന്ധി, L ലതാ മങ്കേഷ്കർ. അപ്പോൾ ലതാ മങ്കേഷ്കർ ചലച്ചിത്ര രംഗത്ത് ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചതിന് ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മദർ തെരേസ, അരുണ ആസഫ് അലി, MS സുബ്ബുലക്ഷ്മി, ഇന്ദിരാഗാന്ധി, ലതാ മങ്കേഷ്കർ. ഇവർക്കൊക്കെയാണ് ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ വനിതകൾ. അപ്പോൾ നമുക്ക് ഭാരതരത്നയെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. രാഷ്ട്രപതി പദവിയിൽ എത്തുന്നതിന് മുൻപ് ഭാരതരത്ന ലഭിച്ചവരാണ് S രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ. അപ്പോൾ രാഷ്ട്രപതി പദവിയിൽ എത്തുന്നതിന് മുൻപ് ഭാരതരത്ന ലഭിച്ചവരാണ് S രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ സിനിമാ താരമാണ് MG രാമചന്ദ്രൻ, 1988. അപ്പോൾ 1988 MG രാമചന്ദ്രന് ഭാരതരത്ന ലഭിച്ചത്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ സിനിമാ താരമാണ് MG രാമചന്ദ്രൻ. 2014 ഭാരതരത്ന ലഭിച്ചവരാണ് CNR റാവുവും സച്ചിൻ ടെണ്ടുൽക്കറും. അപ്പോൾ CNR റാവുവിനും സച്ചിൻ ടെണ്ടുൽക്കറിനും 2014 ഭാരതരത്ന ലഭിച്ചത്. 2015 AB വാജ്പേയിക്കും മരണാനന്തര ബഹുമതിയായി മദൻ മോഹൻ മാളവ്യയ്ക്കും ഭാരതരത്ന ലഭിച്ചു. അപ്പോൾ 2015 AB വാജ്പേയിക്കും മരണാനന്തര ബഹുമതിയായി മദൻ മോഹൻ മാളവ്യയ്ക്കും ഭാരതരത്ന ലഭിച്ചു. 2019 പ്രണബ് മുഖർജിക്കും മരണാനന്തര ബഹുമതിയായി നാനാജി ദേശ്മുഖ്, ഭൂപേൻ ഹസാരിക എന്നിവർക്കും ഭാരതരത്ന ലഭിച്ചു. അപ്പോൾ 2019 പ്രണബ് മുഖർജിക്കും മരണാനന്തര ബഹുമതിയായി നാനാജി ദേശ്മുഖ്, ഭൂപേൻ ഹസാരിക എന്നിവർക്കും ഭാരതരത്ന ലഭിച്ചു. അപ്പം നമുക്ക് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ കുറിച്ച് നോക്കാം. അപ്പോൾ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാർ അത് നമുക്ക് കോഡിലൂടെ പഠിക്കാം. അതിൻ്റെ കോഡാണ് രാമൻ്റെ മദർ അമർത്യയാണ്. അപ്പോൾ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാർ എന്നതിൻ്റെ കോഡാണ് രാമൻ്റെ അമ്മ അമർത്യയാണ്. അപ്പോൾ ആദ്യം രാമൻ, CV രാമൻ. നോബൽ സമ്മാനവും 1930 നോബൽ സമ്മാനം ലഭിച്ചത്. ഭാരതരത്ന 1954. അപ്പോൾ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരാണ് CV രാമൻ. 1930 നോബൽ സമ്മാനം ലഭിച്ചത്. 1954 ഭാരതരത്ന ലഭിച്ചത്. അപ്പോൾ CV രാമൻ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരാണ്. രണ്ടാമത്തത് മദർ തെരേസ. നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. അപ്പോൾ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. അപ്പോൾ നോബൽ സമ്മാനം 1979 ഭാരതരത്ന 1980 മദർ തെരേസയ്ക്ക് ലഭിച്ചത്. അപ്പോൾ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. മൂന്നാമത്തത് അമർത്യ സെൻ. സാമ്പത്തിക നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാരാണ് അമർത്യ സെൻ. അപ്പോൾ സാമ്പത്തിക നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാരാണ് അമർത്യ സെൻ. അപ്പോൾ സാമ്പത്തിക നോബൽ ലഭിച്ച 1998 ഭാരതരത്ന ലഭിച്ച 1999. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാർ അതിൻ്റെ കോഡാണ് രാമൻ്റെ മദർ അമർത്യയാണ്. അപ്പോൾ ആദ്യം രാമൻ്റെ എന്ന് പറയുന്നത് CV രാമൻ, മദർ തെരേസ, അമർത്യ സെൻ. അപ്പോൾ CV രാമൻ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യ ഇന്ത്യക്കാരാണ്. മദർ തെരേസ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ്. അമർത്യ സെൻ സാമ്പത്തിക നോബൽ സമ്മാനം ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാരനാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം.
സർ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ. അപ്പോൾ സർ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ സ്ഥാപനമാണ് സി വി രാമൻ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ സ്ഥാപകൻ സി വി രാമനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ദേശീയ പ്രൊഫസറായി കേന്ദ്ര സർക്കാർ നിയമിച്ച വ്യക്തിയാണ് സി വി രാമൻ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ദേശീയ പ്രൊഫസറായി കേന്ദ്ര സർക്കാർ നിയമിച്ച വ്യക്തിയാണ് സി വി രാമൻ. അനാഥത്വമാണ് ഏറ്റവും മാരകമായ രോഗമെന്ന് മദർ തെരേസ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അനാഥത്വമാണ് ഏറ്റവും മാരകമായ രോഗമെന്ന് മദർ തെരേസ അഭിപ്രായപ്പെട്ടു. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട നോബൽ സമ്മാന ജേതാവാണ് മദർ തെരേസ. അപ്പോൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട നോബൽ സമ്മാന ജേതാവാണ് മദർ തെരേസ. സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ. സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ. അപ്പോൾ അമർത്യ സെനാണ് സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ. അമർത്യ സെന്നിനെ സ്വാധീനിച്ച സംഭവമാണ് 1943 ബംഗാൾ ക്ഷാമം. അപ്പോൾ അമർത്യ സെന്നിനെ സ്വാധീനിച്ച സംഭവമാണ് 1943 ബംഗാൾ ക്ഷാമം. അപ്പോൾ നോബൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ച ഇന്ത്യക്കാരാണ് സി വി രാമൻ, മദർ തെരേസ, അമർത്യ സെൻ എന്നിവർ. അവരെ പഠിക്കാൻ ഓർത്തു വയ്ക്കാനുള്ള കോഡാണ് രാമൻ്റെ മദർ അമർത്യയാണെന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.